ഇനി ഈ സ്പെയിൻ എന്തുകൊണ്ടാണ് ഭയപ്പെടണം ഫ്രാൻസിനെ എന്ന് നിങ്ങൾ രണ്ടുപേരും പറയുമ്പോൾ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഈ ലോകകപ്പിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഡിഫൻസ് പ്രതിരോധത്തിന്റെ ഒരു കോട്ട തീർത്തത് സ്പാനിഷ് ടീമാണ്. അപ്പോൾ ഒരു ഗോൾ മാത്രമാണ് ആകെ വഴങ്ങിയത്. സ്പെയിൻ ഒരു ഗോൾ മാത്രം വഴങ്ങി, ഫ്രാൻസ് 2 ഗോളെ വഴങ്ങിയിട്ടുള്ളൂ എന്ന് സമ്മതിക്കുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ പോലും സ്പെയിൻ ഒറ്റ ഗോൾ മാത്രമാണ് വഴങ്ങിയത്. അവരുടെ പേരുകൾ എടുത്ത് നോക്കുക. ഇപ്പം അവിടെ ലപ്പോർട്ടും അല്ലെങ്കിൽ പെഡ്രോ പോറോയും കുക്കുറേയ, അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു നിര അവിടെ ഉനൈ സിമോണിന് മുന്നിൽ നിൽക്കുകയാണ്. പിന്നെ എന്തിനു ഭയപ്പെടണം സ്പാനിഷ് ആരാധകർ ജോസഫ്? അവര് ഡിഫൻസസ് വളരെ സ്ട്രോങ് ആണ്. അവരുടെ ഡിഫൻസീവ് ലൈനും അതുപോലെ തന്നെ നമ്മൾ പെഡ്രി കൊടുക്കുന്ന ആ ഒരു കവചവും എല്ലാം നോക്കുമ്പോൾ വളരെ മനോഹരമായ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. പക്ഷെ അവിടെ അവർക്ക് വിനയാകാൻ പോകുന്നത് 2 ഫുൾ ബാക്കുകളും സ്പേസ് പുറകിൽ വിട്ടിട്ടാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് കുക്കുറയും പെഡ്രോ പോറോയും. ആദ്യമൊക്കെ പെഡ്രോ പോറോ അല്ല സ്റ്റാർട്ട് ചെയ്തത്. പെഡ്രോ പോറോ 4 മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഫുൾ ബാക്ക് ആയിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ സേഫ് ആയിട്ട് ചിലപ്പോൾ വീണ്ടും മാർക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇവർ രണ്ടുപേരും ഫുൾ ബാക്കുകൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒത്തിരി സ്പേസ് പുറകിൽ വരും. നമുക്ക് ഫ്രാൻസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവർ വിങ്ങുകളിൽ കൂടെ ആണെങ്കിലും സെൻട്രലിൽ കൂടെ ആണെങ്കിലും രണ്ടും അറ്റാക്ക് ചെയ്യാൻ ഒരു മടിയുമില്ല. 2 രീതിയിലും അവർ അറ്റാക്ക് ചെയ്യും. വളരെ പെട്ടെന്ന് തന്നെ അവർ സെറ്റ് പീസുകളിൽ ഒട്ടും ഡിപ്പെൻഡന്റും അല്ല. ഓപ്പൺ പ്ലേ തന്നെ 14 ഗോൾ അടിച്ചിട്ടുണ്ട്. 11 ഓപ്പൺ പ്ലേയും 3 കൗണ്ടർ അറ്റാക്കും. അപ്പോൾ വളരെ വേഗത്തിൽ ഫ്രാൻസിന്റെ അറ്റാക്ക് എത്തും. നേരത്തെ ബിനോ കോച്ച് പറഞ്ഞ പോലെ 100 മീറ്ററിൽ ഓടി തോൽപ്പിക്കാനൊന്നും അവർക്കൊരു വിഷയമേ ഇല്ല. അപ്പം അത് എംബാപ്പെ മാത്രമല്ല, നമ്മൾ ഡിസൈഡുവേ ഒക്കെ നോക്കുവാണെങ്കിലും ബാർക്കോള നോക്കുവാണെങ്കിലും വളരെ വേഗതയിൽ ഓടി കളിക്കുന്നവരാണ്. ഇതുവരെ ഒലിസെ ഗോൾ അടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിൽ അവരുടെ ആക്രമണ നിരയിൽ ആര് വേണമെങ്കിലും ഗോൾ അടിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ ആ ഒരു അഡ്വാൻറ്റേജ്, വളരെ പെട്ടെന്നുള്ള ട്രാൻസിഷൻ, ഓപ്പൺ പ്ലേയിൽ അവരുടെ ഗോൾ അടിക്കാനുള്ള മികവ്, ഇതൊക്കെ തന്നെയാണ്. റൈറ്റ്. ബിനോ കോച്ചിലേക്കാണ്. ഞാൻ ബിനോ കോച്ച് പറഞ്ഞതുപോലെ അതൊരു രസകരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, ഈ ഓടി തോൽപ്പിക്കാൻ കഴിയില്ല മക്കളെ എംബാപ്പെ എന്നുള്ളത്. മറുവശത്ത് ഞാൻ ഈ ലാമിൻ യമാലിനെ ഒന്ന് കൊണ്ടുവന്നിട്ട്, ലാമിൻ യമാൽ എംബാപ്പെ പോരാട്ടമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട് ഈ മത്സരത്തെ. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ഈ റൈറ്റ് വിങ്ങിൽ ഒരു സ്പേസ് ഉണ്ടാക്കി അയാളുടേതായിട്ടുള്ള ഒരു ഡ്രിബ്ലിംഗ് സ്കില്ലൊക്കെ പ്രകടമാക്കി കയറി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ ഈ ലോകവേദിയിൽ യമാലിന്? അല്ല, നമുക്ക് കാണാൻ സാധിച്ചു യമാല് ആദ്യത്തെ കളിയില് അദ്ദേഹത്തെ ആദ്യം ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആളുടെ പെർഫോമൻസ് ഓരോ മത്സരങ്ങളിലും ഓരോ മത്സരങ്ങൾക്കനുസരിച്ച് ആളുടെ ഇതുവരുണ്ട്. ഗോള് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതുള്ളൂ. പക്ഷെ ആളുടെ പെർഫോമൻസ്, ആളിൽ ബോൾ കിട്ടുമ്പോ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ആളിൽ ഓരോ അറ്റാക്കുകളും ഡേഞ്ചർ തന്നെയായിരുന്നു. പക്ഷെ അത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, നമുക്ക് കളിച്ചോണ്ട് ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ജോസഫ് പറഞ്ഞ പോലെ തന്നെ അവസാനം സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടാണ് 2 കളികളിലും സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടാണ് ഗോൾ അടിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം യമാലിന്റെ ഓരോ അറ്റാക്കും, യമാല് കൊടുക്കുന്ന ബോളിനെ അവിടെ ഫിനിഷ് ചെയ്യാൻ പറ്റാവുന്ന പ്രോപ്പർ ഒരു ടിപ്പിക്കൽ നമ്പർ 9 എനിക്ക് സ്പെയിനിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴാണ് പിന്നെയും അവൻ ബോക്സിൽ വന്ന് ആ റീബൗണ്ടൊക്കെ വന്ന് കളക്ട് ചെയ്ത് ഗോളാക്കാൻ പറ്റിയത്. അപ്പൊ അത് ശരിക്ക് യമാലിന്റെ ആ ഒരു ട്രിബിളിംഗ് ക്വാളിറ്റി എടുത്ത് കട്ട് ഇൻസൈഡ് വന്ന് ബോക്സിലേക്ക് കൊടുക്കുന്ന പാസുകൾ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ സ്പെയിന് ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഒരു എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം എംബാപ്പെ അടിക്കുന്ന അടികളും ഡെംബെലെ അടിക്കുന്ന അടികളൊക്കെ ടാർഗറ്റിലേക്ക് പോകുന്നുണ്ട്. അതും എന്താ പറയാ, നമുക്ക് ബ്യൂട്ടിഫുൾ ഗോളുകളെ കാണാൻ കഴിയണേ. അവരുടെ ഓരോ മത്സരങ്ങൾ എടുത്ത് നോക്കിയാൽ അവർക്ക് ആ കൂടി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത് പരാഗയായിട്ടാ. കാരണം പരാഗെ ഒരു ഡീപ്പ് ഡിഫൻസാ കളിച്ചത്. അവിടെ എംബാപ്പയ്ക്ക് ഓടാൻ സ്പേസ് ഇല്ല. ഓടാൻ സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ കളിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ബുദ്ധിമുട്ട് വരും. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിൻ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ, അതായത് സ്പെയിന്റെ കളി അങ്ങനെയാണ്. അവര് കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മുകളിൽ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിൽ സ്പേസ് കിട്ടുമ്പോൾ അവർ ആ അറ്റാക്കിലെ അവർക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് അവിടെ ഫീൽ ചെയ്യും. അപ്പോ അതിനെ ഒരു പ്ലാൻ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എംബാപ്പേനെയും കോച്ചിനെ സംബന്ധിച്ചിടത്തോളം എംബാപ്പേനെയും ഡെംബെലെനൊക്കെ പിടിച്ചു കെട്ടാനുള്ള ഒരു ഐഡിയ എന്തെങ്കിലും സ്പെയിൻ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
റൈറ്റ് ജോസഫ്, അപ്പോൾ ഈ ഒയർ സബാലിനെ മുൻനിർത്തിയുള്ള ഈ ആക്രമണത്തിന് അത്ര മൂർച്ച പോരാ എന്നുള്ള ഒരു ഫീല് വരുന്നുണ്ട്. ഈ യമാൽ നൽകുന്ന ക്രോസുകൾ അല്ലെങ്കിൽ അവിടെ മധ്യത്തിലൂടെ ഒരു ഏറ്റവും മുന്നേറ്റത്തിലൊരു ഓൺ ടാർഗറ്റ് ഷോട്ട്, വളരെ കരുത്തുള്ള ഷോട്ട് തീർക്കാൻ ഇതുവരെയും കഴിയാതെ പോകുന്നു. ഡാനി ഓൾമോയും ഒയർ സബാലും അല്ലേ മുന്നിൽ? ഒയർ സബാലിൽ നന്നായിട്ട് കോമ്പിനേഷൻ പ്ലേ ഉണ്ട്. അദ്ദേഹത്തിന്റെ സമീപകാല റെക്കോർഡ് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരു 14-15 മത്സരം നോക്കുവാണെങ്കിൽ അദ്ദേഹം ഗോൾ പെർ ഗെയിം അടിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത് പ്രധാന ടീമുകളെതിരെ വരുമ്പോൾ അത്ര മികച്ച റെക്കോർഡല്ല. മിനോ കോച്ച് പറഞ്ഞ പോലെ ഒയർ സബാലിനെ നമുക്ക് ഒരിക്കലും അത്ര നല്ലൊരു ഫിനിഷർ ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ന്യായമായിട്ടും. അദ്ദേഹം ഗോൾ അടിക്കുന്നുണ്ട്, അത് ചെറിയ ടീമുകൾക്കെതിരെയാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ പ്ലേ, യമാൽ ഉണ്ടാക്കുന്ന അവസരങ്ങൾ ആര് ഫിനിഷ് ചെയ്യും? ഡാനി ഓൾമോയും നമ്പർ 10 റോളിൽ നിന്ന് നന്നായിട്ട് തന്നെ അവസരങ്ങൾ സൃഷ്ടിക്കുന്നൊക്കെയുണ്ട്. അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് വളരെ ക്ലെവറാണ്. ഇവർ കമ്പൈൻ ചെയ്ത് നന്നായി പൊസിഷൻ നിലനിർത്തും, അവസരങ്ങൾ സൃഷ്ടിക്കും. പക്ഷെ ഫിനിഷ് ചെയ്യുന്നതിലാണ് അവരുടെ പോരായ്മ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കുവാണെങ്കിലും 2 ഗോൾ അടിച്ചതും റീബൗണ്ടിൽ നിന്നാണ് വരുന്നത്. അത് ആദ്യത്തെ ഡാനി ഓൾമോയുടെ ഷോട്ട് റീബൗണ്ടിൽ നിന്നാണ് ക്വാർട്ടറിൽ ബെൽജിയത്തിനെതിരെ ഫാബിയൻ റൂയിസ് ഫിനിഷ് ചെയ്യുന്നത്. പൗക്ക് ബാർസിയുടെ ലോങ് റേഞ്ച് ഷോട്ടാണ് റീബൗണ്ടിൽ നിന്ന് മിക്കേൽ മെറിനോ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ റീബൗണ്ടിനുള്ള ഒരു അവസരമൊക്കെ കൊടുക്കുമോ? അത്ര റിയാക്ട് ചെയ്യാനുള്ള ലേറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നല്ലോ. അപ്പൊ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഉപമെക്കാനോ ഒക്കെ വളരെ വേഗതയുള്ളൊരു സെന്റർ ബാക്ക് ആണ്. നമ്മൾ പൊതുവെ കാണുന്ന സെന്റർ ബാക്കുകളെക്കാൾ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ക്വിക്കായിട്ട് ഡിസിസീവ് ആയിട്ട് കളിക്കുന്ന താരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അവർ കുറെ കൂടെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പം എപ്പോഴും റീബൗണ്ട് കിട്ടണമെന്നില്ല, ഫസ്റ്റ് ടൈം തന്നെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു പാഠവും കൂടി സ്പെയിന് വേണം. അത് അത്ര കൃത്യമായിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ന്യായമായിട്ടും വരുന്നുണ്ട്. റൈറ്റ് ബിനോ കോച്ച്, ഞാൻ അവസാനമായിട്ട് ഈ മത്സരത്തിന്റെ കാര്യത്തിൽ അവസാനമായിട്ട് ചോദിക്കുന്നു, ഒരു പ്രഡിക്ഷൻ എന്താണ്, ഒരു സ്കോർ കാർഡ് എന്താണ്? എക്സ്ട്രാ ടൈമിലേക്ക് പോകുമോ അതോ നിശ്ചിത സമയത്ത് തീരുമോ? എന്തായിരിക്കും ഒരു സ്കോർ കാർഡ് താങ്കളുടെ ഒരു പ്രതീക്ഷയിൽ? അല്ല, ഞാൻ പ്രതീക്ഷിക്കുന്ന മത്സരം നമ്മൾ പറയാൻ ഈസി ആണെങ്കിലും നമുക്കറിയാലോ, ഫുട്ബോൾ മത്സരത്തെ കുറിച്ച് ഇന്ന ടീം ജയിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാന്നുള്ളത് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം എന്നിരുന്നാലും നമുക്ക് പറയാമല്ലോ, ഇപ്പൊ കളിയുടെ 20 വെച്ചിട്ട് ഞാൻ പറയണു എക്സ്ട്രാ ടൈമിലേക്ക് പോകാൻ ചാൻസ് കുറവാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഫ്രാൻസ് ജയിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്പെയിന്റെ ഗോൾ ഉണ്ടാകും, ഗോള് 2-1 അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ കോണില്ല, ഞാൻ എൻ്റെ അറിവില് അങ്ങനെ തന്നെയാണ് വരാൻ ചാൻസ്. എക്സ്ട്രാ ടൈം ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, സ്പെയിൻ അല്പം കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. ഈ ഫ്രഞ്ച് ടീമിനെതിരെ സമീപകാല പ്രകടനങ്ങൾ മാറ്റി നിർത്താമെന്നുള്ളതാണ് രണ്ടുപേരുടെയും വാക്കുകളിൽ നിന്നും ബോധ്യപ്പെടുന്നത്. ഇനി നമ്മൾ പോകേണ്ടത് അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിലേക്കാണ്. അർജന്റീനയും ഇംഗ്ലണ്ടും. ആദ്യം അർജന്റീനയിലേക്ക് തന്നെ പോകാം. അർജന്റീന ഈ ടീം അതൊരു ചാമ്പ്യൻ ടീമാണെന്ന് പലപ്പോഴും നമ്മളെ തോന്നിപ്പിക്കും, കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും. ആദ്യ സമയത്തൊന്നും ഇവരെന്താണ് ഇങ്ങനെയെന്ന് ആലോചിപ്പിച്ചിട്ട് ഏറ്റവും ഒടുവിലാകുമ്പോൾ അസാധ്യമായി അവർ ഒരു കംബാക്ക് നടത്തും. അങ്ങനെ മനോഹരമായി ആ മത്സരം ജയിക്കുകയും ചെയ്യും. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ടു. അത് ഓരോ ടീമിനെതിരെയും ഓരോ തരത്തിലാണ് അവർ കയറി വന്നതെന്ന് മാത്രം. ബിനോ കോച്ച്, ഈ അർജന്റീനയുടെ ഈ മത്സരവുമായി പോയി കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെതിരെ കാര്യങ്ങൾ എളുപ്പമാകും. അർജന്റീനയ്ക്ക് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ നിൽക്കുന്നത്? അവരുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കിയത്, അർജന്റീന ഈ പറഞ്ഞ പോലെ തന്നെ വളരെ പല പ്ലെയേഴ്സ് തമ്മിലുള്ള അവരുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും പ്ലെയേഴ്സ് തമ്മിലുള്ള അവരുടെ ഒരു ബോണ്ടിങ്ങും, അതായത് ഈച്ച് പ്ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റെസ്പെക്റ്റ് ആണ്. അത് നമുക്ക് ആ ഒരു കളിയിൽ വ്യക്തമായിട്ട് കാണാം. അത് മാത്രമല്ല, അവര് രാജ്യത്തിന് കളിക്കുമ്പോൾ ടീമിനോട് കൂടുതൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു, എപ്പോഴും അർജന്റീന രാജ്യത്തിന് കളിക്കുമ്പോൾ അർജന്റീന അത് നമുക്ക് എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ആ ഗെയിമിലും എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ അവരെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബോൾ അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാല് സഡൻ ആയിട്ട് ഓപ്പണന്റിന് സ്പേസ് കൊടുക്കാണ്ട് പോയിട്ട് തൊട്ടടുത്ത് ആരുടെ കയ്യിൽ നിന്നാണോ ബോൾ മിസ്സാവണേ ആ പ്ലെയർ പോയിട്ട് അഗ്രഷനിൽ പോയിട്ട് പ്രസ് ചെയ്യാണ്. അതാണ് കൂടുതൽ അവർക്ക്, അതായത് പൊസഷൻ വീണ്ടും റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പൊ അത് വലിയൊരു ക്വാളിറ്റി തന്നെയാണ്. പിന്നെ മെസ്സി മുമ്പിൽ കളിക്കുന്നത് അവർക്ക് വലിയൊരു കോൺഫിഡൻസ് തന്നെയാണ്. മെസ്സി എന്തൊക്കെയായാലും മെസ്സി കൊടുക്കുന്ന ഓരോ പാസുകളും മെസ്സിയുടെ ഓരോ ലീഡിങ് കപ്പാസിറ്റി വളരെ കൂടുതൽ തന്നെയാണ്. ഞാൻ കണ്ടതിൽ അവരുടെ വീക്കായിട്ട് എനിക്ക് തോന്നിയത് അവരുടെ ഡിഫൻസ് ലൈൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്കത് കാണാൻ കഴിഞ്ഞത്. കാരണം എന്താ പറയാ, നമുക്ക് പല മത്സരങ്ങളിലും അവർക്ക് ഒരു ടൈറ്റ് ടീമായിട്ട് കളി വരുമ്പോ അത് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടായിട്ടുള്ള ഒരു മത്സരത്തിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ്, അതാണ് ഒരു പ്രധാനപ്പെട്ട ഡിഫൻസീവ് ലൈനിന്റെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പലപ്പോഴും അവർ ശ്രമിക്കാറുണ്ടോ എന്ന സംശയം. ഞാൻ എന്താണ് ഈ ഇംഗ്ലണ്ടിന്റെ നമ്മുടെയൊക്കെ പരിചയത്തിൽ ഏറ്റവും വലിയ ഫാനായിട്ടുള്ള ജോപ്പുളഞ്ചേരിയെ ക്ഷണിച്ചതാണ്. പക്ഷെ അദ്ദേഹം കുറച്ച് തിരക്കായതുകൊണ്ട് ഇന്ന് പുള്ളിക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ജോസഫും ഒരു ഇംഗ്ലണ്ട് ഫാനാണ്. അപ്പോൾ ജോസഫ്, അപ്പോൾ എന്താണ് അവസ്ഥ? ഈ ഇംഗ്ലണ്ട് എങ്ങനെയാ കയറിക്കൂടുമോ? ഇംഗ്ലണ്ടിനോടൊരു പിന്തുണയുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇംഗ്ലണ്ട് ഫാൻ അല്ല, ഹാരി കെയ്ൻ അവിടെ കളിക്കുന്നത് കൊണ്ട് ഇംഗ്ലണ്ടിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്ന് പറയാം. ഇംഗ്ലണ്ടും ഹാരി കെയ്നും ഒരു കിരീടം നേടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് ഉള്ളില്. പക്ഷെ സാധ്യത വളരെ കുറവാണ്. എന്തായാലും അർജന്റീനയെ മറികടക്കാനുള്ള ഒരു മരുന്നൊക്കെ അവരുടെ ഉണ്ട്. കാരണം അർജന്റീന എല്ലാ കളിയിലും എതിരാളികൾക്ക് ഒരു പ്രതീക്ഷ നൽകുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രതീക്ഷ മുതലാക്കാൻ പറ്റിയ ഒരു ടീമാണ് ഇംഗ്ലണ്ട്. അർജന്റീനയുടെ ആക്രമണം ഗോൾ അടിക്കുന്നുണ്ട്. മെസ്സി എല്ലാ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെതായ ഒരു മായാജാലം പുറപ്പെടുവിക്കും. അത് നമ്മൾ എത്ര ഓഫ് കളർ ആണെന്ന് തോന്നിയാൽ പോലും. അപ്പോൾ അതൊക്കെയാണെങ്കിലും ബിനോ കോച്ച് പറഞ്ഞ പോലെ ഡിഫൻസ് അത്ര ഓർഗനൈസ്ഡ് ആണോ? പ്രത്യേകിച്ച് ഫുൾ ബാക്കുകൾ നോക്കുകയാണെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്നുണ്ടോ? അറ്റാക്കിലാണെങ്കിലും ഡിഫൻസിലാണെങ്കിലും ആ രണ്ട് ചോദ്യവും വളരെ ന്യായമാണ്. അപ്പൊ ഇംഗ്ലണ്ടിൽ വീക്കെങ്കിൽ എനിക്ക് തോന്നുന്നു ടാഗ്ലിയാഫിക്കോ ലെഫ്റ്റിൽ കളിക്കുമ്പോൾ അദ്ദേഹം ശരിക്കും അങ്ങ് മുന്നോട്ട് കയറിപ്പോകും. ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് വേണ്ടി കളിച്ച മധുവൊക്കെ റൈറ്റ് വിങ്ങില് വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. സാക്ക വന്നപ്പോഴാണ് പിന്നെയും കുറച്ചുകൂടെയൊക്കെ ഒരു നല്ല നീക്കങ്ങൾ ആ വഴി കൂടെ കണ്ടത്. അപ്പോൾ ആ കളി മാറ്റിമറിക്കാൻ പറ്റിയ രണ്ട് മാച്ച് വിന്നേഴ്സ് ഉണ്ട്. അവിടെയാണ് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഒരു സ്ഥലത്ത് ലിയോണൽ മെസ്സിയെ ഓവർ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ അല്പം കൂടുതൽ ഇംഗ്ലണ്ടിനാണ്. ഓക്കെ, കോച്ച്, ബിനോ കോച്ചിനും ഈ അഭിപ്രായം തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു പ്രഡിക്ഷൻ കൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എന്താണ് ഈ അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിലെ താങ്കളുടെ കണക്കുകൂട്ടൽ? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അർജന്റീനയെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടി പോലും കളിയെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഇംഗ്ലണ്ടിന്റെ മിഡ്ഫീൽഡേഴ്സിന്റെ വർക്ക് ലോഡ് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം അത് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഞാൻ ഇംഗ്ലണ്ടിന്റെ മത്സരത്തില് ബെല്ലിംഗാമും ആയിക്കോട്ടെ, ബെല്ലിംഗാം സ്ട്രൈക്കർ ആയിക്കോട്ടെ, ബെല്ലിംഗാം പല സമയങ്ങളിലും ഡിഫൻസിൽ, അതായത് ബാക്കിൽ വന്ന് എടുത്തു പോകും. അതുപോലെ തന്നെ അർജന്റീനയിലെ അൽവാരസും അതുപോലെ ഒരു വർക്ക് ലോഡ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടില് എനിക്ക് തോന്നുന്നു അർജന്റീന അടിപതറി വീഴാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പോ പെനാൽറ്റി ആയിരിക്കാം. അങ്ങനത്തെ ഒരു സ്കോറിലേ വരുള്ളൂ. അല്ലാണ്ട് കൂടുതൽ ഗോളുകൾക്കുള്ള സ്കോറുകൾ വരാൻ ചാൻസ് കുറവാണ്. കാരണം സ്വിറ്റ്സർലൻഡ് ആയിട്ടുള്ള കളിയില് ആ ഒരു മണ്ടത്തരം, ആ പ്ലെയർ റെഡ് കാർഡ് പാഞ്ച് പോയില്ലെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോ അർജന്റീന അത് ബുദ്ധിമുട്ടായി വന്നാലും അർജന്റീനയ്ക്ക്. അപ്പൊ അതൊക്കെ നമ്മൾ വെച്ച് വിലയിരുത്തുമ്പോ ഇംഗ്ലണ്ടിന് ചാൻസ് കൂടും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. റൈറ്റ്, എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിനോ ജോർജ്, ഒപ്പം ജോസഫ് ജോർജ്. രണ്ടുപേരും പറഞ്ഞ രണ്ട് മത്സരങ്ങളിലെയും 4 ടീമുകളുടെയും കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വ്യക്തത പ്രേക്ഷകർക്ക് വന്നു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് സാഹചര്യം. അവരവരുടെ ആരാധനയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് അഗെയിൻ ജോസഫ് ജോർജ് ആൻഡ് ബിനോ ജോർജ് ഫോർ ജോയിനിങ് ഫുഡ് ഗോള. ചെറിയൊരു ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.